നമസ്കാരം. ബിടെക് മാത്തമാറ്റിക്സിലേക്ക് വീണ്ടും സ്വാഗതം. MAT 203 DMSലെ മൊഡ്യൂൾ 5 ആൾജിബ്രായിക് സ്ട്രക്ചേഴ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 6 മാർക്കിൻ്റെ 8 മാർക്കിൻ്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ക്വസ്റ്റ്യൻസിലേക്ക് പോകാൻ നേരെ ഇവിടെ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് അറിയാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിനകത്ത് ഗ്രൂപ്പ്, സെമി ഗ്രൂപ്പ് മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ ഗ്രൂപ്പ് ഹോം ഓഫീസും അതുപോലെ തന്നെ സെമി ഗ്രൂപ്പ് മോണോയിഡിൻ്റെ ഒക്കെ ഹോം ഓഫീസ് ഉണ്ട്, അത് പഠിക്കണം. സൈക്ലിക് ഗ്രൂപ്പ്, ലഗ്രാഞ്ചസ് തിയറം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകളാണ്. അപ്പോൾ ഇതിൽ നിന്നും തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിക്കുക. അപ്പോൾ അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, ഷോ ദാറ്റ് എനി ഗ്രൂപ്പ് G is abelian if and only if AB the whole square is equal to A square B square for all AB belongs to G. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് സ്റ്റേറ്റ്മെന്റുകൾ പ്രൂവ് ചെയ്യാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? അതിന്റെ ലെഫ്റ്റ് സൈഡ് ഈക്വൽ ടു റൈറ്റ് സൈഡ് എന്നും റൈറ്റ് സൈഡ് ഈക്വൽ ടു ലെഫ്റ്റ് സൈഡ് എന്നും പ്രൂവ് ചെയ്യണം അല്ലെ. ഇവിടുത്തെ കണ്ടീഷൻ എന്താ? G ഈസ് അബീലിയൻ. G അബീലിയൻ ആണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും എന്നും ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ G അബീലിയൻ ആണ് എന്നും നമ്മൾ പ്രൂവ് ചെയ്യണം അല്ലെ. എന്താണ് അബീലിയൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ. AB ഈക്വൽ ടു BA ആവുന്നത് ഫോർ എവറി A, B ബിലോങ്സ് ടു G. AB ഈക്വൽ ടു BA ആവുകയാണെങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പിനെ എന്ത് പറയും? അബീലിയൻ ഗ്രൂപ്പ് എന്ന് പറയും അല്ലെ. കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ് അല്ലെങ്കിൽ അബീലിയൻ ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയും. അപ്പൊ അതാണ് ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഈ അബീലിയൻ ആണെങ്കിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത് അതുപോലെ തന്നെ ഇത് സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ ഗ്രൂപ്പ് അബീലിയൻ ആയിരിക്കും എന്നും നമ്മൾ പ്രൂവ് ചെയ്യണം. ലെഫ്റ്റും റൈറ്റും നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പൊ ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് അസ്യൂം ചെയ്യാം. നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? ഫസ്റ്റ് കേസ് ആയിട്ട് G അബീലിയൻ ആണെന്ന് അസ്യൂം ചെയ്യാം അല്ലെ. ഇഫ് G ഈസ് അബീലിയൻ, G ഈസ് അബീലിയൻ, G അബീലിയൻ ആണെന്ന് അസ്യൂം ചെയ്തു. G അബീലിയൻ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? AB ഈക്വൽ ടു BA എന്ന് എഴുതാൻ പറ്റും ഫോർ എവറി A, B ബിലോങ്സ് ടു G. ഓക്കെ, ദെൻ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്. അപ്പോൾ AB ദ ഹോൾ സ്ക്വയർ എന്താ നോക്കൂ. AB ദ ഹോൾ സ്ക്വയർ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? AB ഇൻറ്റു AB എന്ന് എഴുതാലോ. AB ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ AB ഇൻറ്റു AB ആണ്, ശരിയല്ലേ? ഇനി ഇവിടെ നമ്മൾ അസോസിയേറ്റീവ് ലോ അപ്ലൈ ചെയ്യുക. അസോസിയേറ്റീവ് ലോ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് ലോ അപ്ലൈ ചെയ്യുക, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അങ്ങോട്ടും മാറ്റി ചെയ്യാം. ഇപ്പോൾ അസോസിയേറ്റീവ് ലോ ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? A ഇൻറ്റു ബി എ ഇൻറ്റു ബി എന്ന് എഴുതാം അല്ലെ. 3 എലമെന്റുകൾ വരുമ്പോൾ 2 എലമെന്റുകൾക്ക് ബ്രാക്കറ്റ് ഇടുന്നതാണ് അസോസിയേറ്റീവ് ലോ എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് അസോസിയേറ്റീവ് ലോ പറയാം അല്ലെ. ഏത് വേണമെങ്കിലും അങ്ങോട്ടൊക്കെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ബ്രാക്കറ്റ് മാറ്റിയിട്ടിട്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന അസോസിയേറ്റീവ് ലോ ആണ്. ഇവിടെ കമ്മ്യൂട്ടേറ്റീവ് ലോ യൂസ് ചെയ്യാം കേട്ടോ. അസോസിയേറ്റീവ് ലോ യൂസ് ചെയ്യുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സ്റ്റെപ്പിൽ A ഇൻറ്റു ഈ ബി എ എന്ന് പറഞ്ഞാൽ എന്താ? ബി എ ഇസ് അഗെയിൻ എ ബി ആണ് അല്ലെ. അതിന് എ ബി എന്നുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബി എ ഇസ് എ ബി ഇൻറ്റു ബി. കാരണം ഇവിടെ തൊട്ട് മുമ്പിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ G കമ്മ്യൂട്ടേറ്റീവ് ആണ്, അബീലിയൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ G അബീലിയൻ ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ മാറ്റാൻ പറ്റുന്നത്. നൗ ദിസ് ഇസ് ഈക്വൽ ടു അഗെയിൻ അസോസിയേറ്റീവ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? എ എ ഇൻറ്റു ബി ബി എന്ന് എഴുതാം അല്ലെ. അസോസിയേറ്റീവ് ലോ ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് അഗെയിൻ എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. അപ്പൊ എ ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായി? എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ ആയി, ശരിയാണോ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ റിവേഴ്സ് അസ്യൂം ചെയ്യുക. റിവേഴ്സ് അസ്യൂം ചെയ്യാന്ന് വെച്ചാൽ if AB the whole square is equal to A square B square for all AB belongs to G എന്ന് അസ്യൂം ചെയ്യുക. എന്നിട്ട് നമ്മൾ G അബീലിയൻ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. എങ്ങനെ G അബീലിയൻ ആണ് നമുക്ക് പ്രൂവ് ചെയ്യാം? നമുക്ക് ഇവിടുന്ന് നമുക്കറിയാവുന്ന കണ്ടീഷൻ ഇതാണ് അല്ലെ. എ ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ബി സ്ക്വയർ എന്നുള്ളതാണ് നമുക്ക് അറിയാവുന്നത്. അപ്പൊ എ ബി ഹോൾ സ്ക്വയറിന് നമുക്ക് എന്ത് എഴുതാം? എ ബി ഇൻറ്റു എ ബി എന്ന് എഴുതാം അല്ലെ. എ ബി ഇൻറ്റു എ ബി എന്ന് എഴുതാം. ക്യാൻസലേഷൻ ലോ മാത്രമേ ഉള്ളൂ ഇവിടെ. എ സ്ക്വയർ ബി സ്ക്വയർ. ഇനി ഒരു കാര്യം ചെയ്തോളൂ. ഇവിടെ ഒരു എ ഇൻവേഴ്സ് ഈ സൈഡിലും ഇവിടെ ഒരു ബി ഇൻവേഴ്സും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, എ ഇൻവേഴ്സ് ഇപ്പുറത്തെ സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുക. എ ബി ഇൻറ്റു എ ബി, ഇവിടെ ഒരു ബി ഇൻവേഴ്സും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്ത് കിട്ടും നോക്കൂ. ഈ സൈഡിൽ എ ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യണം. എ ഇൻവേഴ്സ് ഇൻറ്റു എ സ്ക്വയർ ബി സ്ക്വയർ. ഈ സൈഡിൽ ബി ഇൻവേഴ്സും മൾട്ടിപ്ലൈ ചെയ്യണം, ശരിയല്ലേ? ഓക്കെ, ദെൻ ഇവിടെ അസോസിയേറ്റീവ് ലോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്തായി വരും? ഐഡന്റിറ്റി എലമെന്റ് ആയിട്ട് വരും. അപ്പൊ ആ സൈഡിൽ ബി മാത്രമേ കാണുള്ളൂ. ഇനി ഇവിടെ അസോസിയേറ്റീവ് ലോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എ ഇൻറ്റു ബി ഇൻവേഴ്സ് വരും. അവിടെയും ആ ബി ഇൻറ്റു ബി ഇൻവേഴ്സ് ഐഡന്റിറ്റി എലമെന്റ് ആയിട്ട് വരും. അവിടെയും എ നമുക്ക് ബാക്കി കാണാൻ പറ്റുള്ളൂ അല്ലെ. നൗ ദിസ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്താ? എ ആണ്.
അതുപോലെ തന്നെ ബി സ്ക്വയർ ഇൻറ്റു ബി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ബി യു ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ ബി ഈക്വൽ ടു ബി എന്ന് കിട്ടി. ദർഫോർ ജി ഈസ് അബീലിയൻ. ജി അബീലിയൻ ഗ്രൂപ്പാണ് എന്ന് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാനായിട്ട് പറ്റി. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 മാർക്കാണ് കിട്ടുക. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓരോ സ്റ്റേറ്റ്മെന്റുകൾ എഴുതുമ്പോഴും അതിന്റെ റീസണും കൂടെ സൈഡിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ. ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ലെറ്റ് ജി ഈക്വൽ ടു 1 - 1 I - I ആൻഡ് ഡോട്ട് എന്ന് പറഞ്ഞാൽ ഡിഫൈൻസ് എ മൾട്ടിപ്ലിക്കേഷൻ. ഷോ ദാറ്റ് ജി ഡോട്ട് ഈസ് എ ഗ്രൂപ്പ്. ഈസ് ജി ഡോട്ട് എ സൈക്ലിക് ഗ്രൂപ്പ്? ഇഫ് സോ ഫൈൻഡ് ദ ജനറേറ്റർ ഓഫ് ജി. ഫൈൻഡ് ദ ഓർഡർ ഓഫ് ഈച്ച് എലമെന്റ് ഓഫ് ജി. എല്ലാ എലമെന്റുകളുടെയും ഓർഡർ കണ്ടുപിടിക്കണം. സൈക്ലിക് ആണെങ്കിൽ അതിന് ജനറേറ്റർ കണ്ടുപിടിക്കണം. ഇത് ജി ഒരു ഗ്രൂപ്പ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം അല്ലെ. അപ്പൊ ഇത് മൾട്ടിപ്ലിക്കേഷനിൽ ഗ്രൂപ്പാണെന്ന് പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആ ഒരു ടേബിൾ വേണമെങ്കിൽ ഒന്ന് കൺസ്ട്രക്ട് ചെയ്യാം. ഇങ്ങനെ എഴുതിയിട്ട് ഇപ്പൊ ഡോട്ട് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ 1 × 1 1 1 × -1 -1 1 × I 1 × -I -I അല്ലെ. പിന്നെ -1 × 1 -1 -1 -1 × -1 1 -1 × I -I -1 × -I എന്ന് വരും. ഓക്കെ. then I × 1 I × -1 -I I × I -1 I സ്ക്വയർ -1 ആണ്. I × -I -I സ്ക്വയർ -1 അത് +1 എന്ന് വരും. ഇനി -I × 1 -I -I × -1 I എന്ന് കിട്ടും. ഇനി -I × I again നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1 ആണ് വരിക. ഇനി -I × -I എന്ന് പറയുമ്പോൾ മൈനസും മൈനസും പ്ലസ് ആവും. I സ്ക്വയർ ഒരു I സ്ക്വയർ ഇസ് -1. ഓക്കെ. ഇത്രയാണ് എലമെന്റുകൾ നിങ്ങൾക്ക് കിട്ടുക. ഇനി ഇത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ഇവിടെ കിട്ടിയിട്ടുണ്ടാവും. എന്തൊക്കെയാണ് അതിൽ ഗ്രൂപ്പിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലെ. ഇത് ക്ലോസ്ഡ് ആണ്. ഡോട്ട് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ക്ലോസ്ഡ് ആണ്. ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലെ. ക്ലോസ്ഡ് ഇൻ ജി. പിന്നെ എന്ത് പറയാൻ പറ്റും നമുക്കിവിടെ? ഐഡന്റിറ്റി എലമെന്റ് അസോസിയേറ്റീവ് ആയിരിക്കും. കാരണം മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. നോർമലി അസോസിയേറ്റീവ് ആയിരിക്കും. അത് എഴുതാം. അസോസിയേറ്റീവ് ആണെന്ന് എഴുതാം. അസോസിയേറ്റീവ് ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ അസോസിയേറ്റീവ് ആണ്. ഡോട്ട് ഈസ് അസോസിയേറ്റീവ് ഇൻ ജി. ഇനി ഐഡന്റിറ്റി എലമെന്റ് നമുക്ക് വേണം. ഇവിടെ നോക്കിയേ 1 × 1 1 ആണ്. 1 × -1 -1 ആണ്. 1 × I ആണ്. 1 × -I ആണ് അല്ലെ. ഇവിടെ കംപ്ലീറ്റ് നമുക്ക് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ താഴെ കാണുന്ന എലമെന്റ്, ഈ മുകളിൽ കാണുന്ന എലമെന്റുകളൊക്കെ അതേപോലെ താഴെ വന്നിട്ടുണ്ട് അല്ലെ. അല്ലെങ്കിൽ നമുക്കറിയാം മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി മൾട്ടിപ്ലിക്കേഷൻ എന്താണ്? 1 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ എന്ത് എഴുതാം നമുക്ക്? ഐഡന്റിറ്റി 1 എക്സിസ്റ്റ്. ഐഡന്റിറ്റി 1 ബിലോങ്സ് ടു ജി. ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി എല്ലാ എലമെന്റ്സിനും ഇൻവേഴ്സ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ എല്ലാ കോളത്തിലും ഇപ്പൊ 1ന്റെ ഇൻവേഴ്സ് എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് 1ന്റെ കോളത്തില് അല്ലെങ്കിൽ റോയില് ഐഡന്റിറ്റി എലമെന്റ് ആയിട്ടുള്ള 1 വരുന്നത് എവിടെയാന്ന് നോക്കാം. ഇതാ ഇവിടെയാണ് 1 വരുന്നത്. അതിന്റെ മുകളിൽ കാണുന്ന 1ന്റെ ഇൻവേഴ്സ് ആണ്. അപ്പോൾ 1 ഇൻവേഴ്സ് ഇസ് 1. അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി -1ന്റെ റോയില് എവിടെയാണ് 1 വരുന്നത്? ഇവിടെയാണ്. അപ്പൊ -1 ആണ് -1ന്റെ ഇൻവേഴ്സ്. -1 ഇൻവേഴ്സ് ഇസ് -1. ഇനി ഐയുടെ കോളത്തിൽ ഐയുടെ റോയില് 1 എവിടെയാണ് വരുന്നത്? ഇത് ഇവിടെയാണ് വരുന്നത്. ദർഫോർ -I ആണ്. അപ്പൊ I ഇൻവേഴ്സ് ഈസ് -I. ദെൻ -Iയുടെ റോയില് ഇത് ഇവിടെയാണ് 1 വരുന്നത്. ദർഫോർ -Iയുടെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? I ആണെന്നും കിട്ടും. അപ്പൊ എല്ലാ എലമെന്റ്സിനും എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്? ഇൻവേഴ്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദർഫോർ G ഡോട്ട് ഇസ് എ ഗ്രൂപ്പ്. ഇതൊരു ഗ്രൂപ്പ് ആണെന്ന് നമുക്ക് പറയാം. ഇനി ഇത് സൈക്ലിക് ഗ്രൂപ്പ് ആണോ? അതെ, ഇത് സൈക്ലിക് ഗ്രൂപ്പ് ആണ്. എന്തുകൊണ്ടാണ് സൈക്ലിക് ഗ്രൂപ്പ് ആവുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ I ഇവിടെ ഇതിനെ ജനറേറ്റ് ചെയ്യും അല്ലെ. I⁻n എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ 4 വാല്യൂസ് ആണ് ഉള്ളത്. I⁻1 എന്ന് പറഞ്ഞാൽ I⁻1 is I അല്ലെ. ദെൻ I സ്ക്വയർ എന്ന് പറഞ്ഞാൽ I സ്ക്വയർ is -1. I ക്യൂബ് എന്ന് പറഞ്ഞാൽ -I ആൻഡ് I⁻4 എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലെ. അതായത് I കൊണ്ട് നമുക്ക് I -1 -I 1 എന്ന് പറഞ്ഞ 4 എലമെന്റ്സിനെയും ജനറേറ്റ് ചെയ്യാൻ പറ്റും. Therefore G is a cyclic group. G dot is a cyclic group. Is a cyclic group with the generator. With the generator I ജനറേറ്റർ ആണെങ്കിൽ അതിന്റെ ഇൻവേഴ്സും എന്തായിരിക്കും? ഇതിന്റെ ജനറേറ്റർ ആയിരിക്കും. ഐയുടെ ഇൻവേഴ്സ് ഏതായിരുന്നു? ഐയുടെ ഇൻവേഴ്സ് -I ആണ് അല്ലെ. Therefore -I is also a generator. Is also a generator. I ഒരു ഗ്രൂപ്പിന്റെ ജനറേറ്റർ ഒരു ഗ്രൂപ്പിന്റെ A എന്ന് പറഞ്ഞൊരു എലമെന്റ് ജനറേറ്റർ ആണെങ്കിൽ അതിന്റെ ഇൻവേഴ്സും ആ ഗ്രൂപ്പിന്റെ ജനറേറ്റർ ആയിരിക്കും അല്ലെ. ഇനി ഓരോ എലമെന്റ്സിന്റെയും ഓർഡറും നമ്മളോട് ഇതിനകത്ത് കണ്ടുപിടിക്കാനായിട്ട് പറയുന്നുണ്ട്. ഓരോ എലമെന്റ്സിന്റെ ഓർഡർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 1ന്റെ ഓർഡർ 1⁻n എപ്പോഴാണ് 1 ആവുന്നത്? അതാണ് 1ന്റെ ഓർഡർ അല്ലെ. അപ്പോൾ ഓർഡർ ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് പറയാം? 1 ആണെന്ന് പറയാം. കാരണം
1 തന്നെയാണ് എന്ത് 1 ശരിയല്ലേ. ഇനി -1 എപ്പോഴാണ് 1 ആവുന്നത്? നമുക്കറിയാം -1 സ്ക്വയർ ആണ് 1 അല്ലെ. അപ്പൊ ഓർഡർ ഓഫ് -1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2 വരും ശരിയല്ലേ. അതുപോലെ തന്നെ +i⁻n എപ്പോഴാണ് 1 ആവുന്നത്? i⁴ ആണ് 1 ആവുന്നത്. therefore ഓർഡർ ഓഫ് i എന്ന് പറഞ്ഞാൽ എന്തായിട്ട് പറയാം? നമുക്ക് 4 എന്ന് പറയാം അല്ലെ. i⁴ ആണ് 1. അതുപോലെ തന്നെ -i⁴ ജനറേറ്ററിന്റെ ഓർഡർ തന്നെയായിരിക്കും ഗ്രൂപ്പിന്റെ ഓർഡർ. അതുകൊണ്ട് ഇവിടെ ജനറേറ്റർ -i-യും +i-യും ആണ്. അതിന്റെ രണ്ടിന്റെയും ഓർഡർ എന്ത് തന്നെയാ വരിക? സെയിം ആണ് വരിക കേട്ടോ. അപ്പൊ ഓർഡർ ഓഫ് -i എന്ന് പറയുന്നതും ഇവിടെ എന്താണ്? 4 ആണ്. -i⁻1 എന്ന് പറയുന്നതും 4 ആണ്. അപ്പൊ ഇവിടെ എല്ലാ എലമെന്റ്സിന്റെയും ഓർഡറും നമ്മൾ കണ്ടുപിടിച്ചു. ഇത്രയും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റിന് 8 മാർക്കാണ് കിട്ടുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തെ ചോദ്യമാണ് നമ്മൾ ചെയ്തത്. മൂന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു ഇതിനകത്ത്, സബ് ക്വസ്റ്റ്യൻസ്. അടുത്തത് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരൂ. ഡിഫൈൻ സെമി ഗ്രൂപ്പ് ഹോമോമോർഫിസം. ഡിറ്റർമിൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ആർ ഹോമോമോർഫിസം ഫ്രം z++ ടു z+. z++ൽ നിന്നും z+.ലേക്ക് വരുന്ന ഹോമോമോർഫിസംസ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. സെമി ഗ്രൂപ്പ് ഹോമോമോർഫിസം ആണ്. ആദ്യം നിങ്ങൾ അതിന്റെ ഡെഫിനിഷൻ നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് സെമി ഗ്രൂപ്പ് ഹോമോമോർഫിസം? ഒരു ഫംഗ്ഷൻ phi ഫ്രം എ സെമി ഗ്രൂപ്പ് G1 ടു G2 ഹോമോമോർഫിസം ആവാൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ ഇതാണ്. phi ഓഫ് G1 സ്റ്റാർ G2 is equal to phi ഓഫ് G1 ഡോട്ട് phi ഓഫ് G2. അതായത് G1ലെ ഓപ്പറേഷൻ ആണ് സ്റ്റാർ, G2ലെ ഓപ്പറേഷൻ ആണ് ഡോട്ട് എങ്കിൽ phi ഓഫ് G1 സ്റ്റാർ G2 എന്ന് പറയുന്നത് phi ഓഫ് G1 ഡോട്ട് phi ഓഫ് G2 ആയിരിക്കണം. ഫോർ ഓൾ G1 G2 ബിലോങ്സ് ടു ദ G1 സെറ്റ് ഗ്രൂപ്പ് സെമി ഗ്രൂപ്പ് G1. G1ലെ എല്ലാ എലമെന്റുകൾക്കും ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ എന്ത് പറയും? സെമി ഗ്രൂപ്പ് ഹോമോമോർഫിസം എന്ന് പറയും. സെമി ഗ്രൂപ്പ് ഹോമോമോർഫിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രിസർവ്സ് സെമി ഗ്രൂപ്പ് സ്ട്രക്ചർ എന്നാണ് പറയുക. ഫംഗ്ഷൻ സെമി ഗ്രൂപ്പ് സ്ട്രക്ചർ പ്രിസർവ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ അതിനെ സെമി ഗ്രൂപ്പ് ഹോമോമോർഫിസം എന്ന് പറയും. നമുക്ക് വേണ്ടത് എന്താണ്? ഈ രണ്ട് ഹോമോമോർഫിസംസ്, ഇത് രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്. അതിൽ ഏതാണ് ഹോമോമോർഫിസം എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. z++ലും അതുപോലെ തന്നെ z+.ലേക്ക്, z++ൽ നിന്നും z+.ലേക്ക് എന്ന് വെച്ചാൽ എന്താ? പോസിറ്റീവ് ഇൻഡിജേഴ്സ് അണ്ടർ അഡീഷനിൽ നിന്നും പോസിറ്റീവ് ഇൻഡിജേഴ്സ് അണ്ടർ മൾട്ടിപ്ലിക്കേഷനിലേക്കുള്ള ഹോമോമോർഫിസം ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാം ഓരോന്നായിട്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എന്താണെന്നുള്ളത് n എന്നാണ് തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ z+ൽ രണ്ട് എലമെന്റ് എടുക്കുക. mn ബിലോങ്സ് ടു z+. ഓക്കെ, രണ്ട് എലമെന്റ്സ് എടുത്തു. ഇനി എഫ് ഓഫ് z+ലെ ഓപ്പറേഷൻ പ്ലസ് ആയതുകൊണ്ട് എഫ് ഓഫ് m+n ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഐഡന്റിറ്റി മാപ്പിംഗ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് എന്തെന്നെ കിട്ടുള്ളൂ? m+n കിട്ടുള്ളൂ അല്ലെ. ഇനി എഫ് ഓഫ് m ഇൻറ്റു എഫ് ഓഫ് n ആയിട്ട് കിട്ടുകയാണ് നമുക്ക് വേണ്ടത് ഇത് അല്ലെ. എന്താണ് എഫ് ഓഫ് m ഇൻറ്റു എഫ് ഓഫ് n? എഫ് ഓഫ് m എന്ന് പറഞ്ഞാൽ m ആണ്, എഫ് ഓഫ് n എന്ന് പറഞ്ഞാൽ n ആണ്. ഇവിടെ m+n ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് എന്തല്ല? m ഇൻറ്റു n അല്ല. നമുക്കിത് രണ്ടും ഈക്വൽ ആണെന്ന് എഴുതാൻ പറ്റില്ല. therefore f of m+n is not equal to f of m into f of n. Therefore f is not a semi group homomorphism. Semi group homomorphism alla. Homomorphism. Okay, ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസറിൽ പറയുന്ന ക്വസ്റ്റ്യൻ പറയുന്ന എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 3n എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ അവിടെയും രണ്ട് എലമെന്റുകൾ സെലക്ട് ചെയ്യുക. m and n belongs to z++. രണ്ട് എലമെന്റുകൾ എടുത്തു. എഫ് ഓഫ് m+n എന്ന് പറഞ്ഞാൽ എന്ത് വരും? എഫ് ഓഫ് n 3n ആണെങ്കിൽ എഫ് ഓഫ് m+n എന്താ? 3m+n അല്ലേ. ഇനി ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാലോ. 3m into 3n എന്ന് എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് m into എഫ് ഓഫ് n എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്? എഫ് ഓഫ് m+n is equal to എഫ് ഓഫ് m into എഫ് ഓഫ് n എന്ന് കിട്ടിയിട്ടുണ്ട്. therefore f is a semi group. ഈ രണ്ടാമത്തെ കേസിൽ ഇതൊരു സെമി ഗ്രൂപ്പ് ഹോമോമോർഫിസം ആണ്. എഫ് is a semi group ഹോമോമോർഫിസം. ക്ലിയർ അല്ലേ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 6 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് ഇത് കേട്ടോ. അടുത്തത് നാലാമത്തെ ചോദ്യത്തിലേക്ക് വരാം. നാലാമത്തെ ക്വസ്റ്റ്യൻ, if h is prove that if h is a non-empty subset of a group G, then h is a subgroup of G if and only if രണ്ട് കണ്ടീഷൻസ് are satisfied. For all AB belongs to H, A, B belongs to H, AB belongs to H, and for all A belongs to H, A inverse also belongs to H എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. സെമി ഗ്രൂപ്പിന്റെ ഡെഫിനിഷൻ, ഗ്രൂപ്പിന്റെ സബ് ഗ്രൂപ്പിന്റെ ഡെഫിനിഷൻ ആണ് ഈ പറയുന്നത്. അപ്പൊ രണ്ട് കേസ് ആയിട്ട് നമുക്ക് ചെയ്യാം. ആദ്യം നമ്മൾ അസ്യൂം ചെയ്യും ഇഫ്
ഇഫ് H is a subgroup of G. H ജിയുടെ ഒരു സബ് ഗ്രൂപ്പ് ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. സബ് ഗ്രൂപ്പ് ആണെങ്കിൽ അത് ഒരു ഗ്രൂപ്പ് ആണ് നമുക്കറിയാലോ. Therefore, for all A, B belongs to H നമുക്ക് എന്ത് പറയാൻ പറ്റും? ക്ലോസ്ഡ് ആയിരിക്കണം ആ ഗ്രൂപ്പ്, ശരിയല്ലേ? അപ്പൊ എ ബി ബിലോങ്സ് ടു എച്ച് എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഫോർ എവറി എ ബിലോങ്സ് ടു എച്ച് എന്ത് നിർബന്ധമായിട്ടുണ്ടാവും വേണം? എ ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച് ആയിരിക്കണം. ബിക്കോസ് എച്ച് എന്ന് പറഞ്ഞാൽ സബ് ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞു. എച്ച് സബ് ഗ്രൂപ്പ് ആണെങ്കിൽ എച്ച് ഒരു ഗ്രൂപ്പ് ആയിരിക്കും. ഗ്രൂപ്പ് ആണെങ്കിൽ അത് ക്ലോസ്ഡ് ആണ്, അതിന് എല്ലാ എലമെന്റ്സിനും ഇൻവേഴ്സ് ഉണ്ട്. Therefore, ഫസ്റ്റ് കണ്ടീഷൻ ഇവിടെ ഓക്കെ ആണ്. ഇഫ് എച്ച് ഇസ് എ സബ് ഗ്രൂപ്പ്, ദീസ് ടു കണ്ടീഷൻസ് ആർ ഓൾവേസ് സാറ്റിസ്ഫൈഡ്. ഇനി രണ്ടാമത്തെ കേസ് നമുക്ക് നോക്കാം. ഇഫ് എച്ച് ഇസ് എ സബ്സെറ്റ്, എച്ച് ഇസ് എ സബ്സെറ്റ് ഓഫ് ജി, സബ്സെറ്റ് മാത്രമാണ്. ആൻഡ് രണ്ട് കണ്ടീഷൻസ് ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ എ ബി ബിലോങ്സ് ടു എച്ച്. ഫോർ ഓൾ എ ബി ബിലോങ്സ് ടു എച്ച്, that implies a b belongs to h. A comma b belongs to h ആണെങ്കിൽ a b belongs to h ആണെന്നുള്ള കണ്ടീഷനും. രണ്ടാമത്തെ കണ്ടീഷൻ ഫോർ എവറി a belongs to h, that implies a inverse belongs to h എന്നുള്ള കണ്ടീഷനും ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ h ഒരു സബ് ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇനി സബ് ഗ്രൂപ്പ് ആവാൻ ഇപ്പൊ ക്ലോസ്ഡ് ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി രണ്ട് കാര്യങ്ങളും കൂടെയാണ് നമ്മൾ ഗ്രൂപ്പ് ആവാൻ, സബ് ഗ്രൂപ്പ് ആവാൻ വേണ്ടി പ്രൂവ് ചെയ്യേണ്ടത്. എന്താണ്? അസോസിയേറ്റീവ് ആയിരിക്കണം എന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്യണം, അല്ലെ? ഫോർ ദാറ്റ് നമ്മൾ ഫോർ എ ബി സി ബിലോങ്സ് ടു എച്ച് ചൂസ് ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ അതിന്റെ എ ബി സി ബിലോങ്സ് ടു എച്ച് ആണ് കേട്ടോ, ഒരു സിയും കൂടെ ഉണ്ട്. മൂന്ന് എലമെന്റുകൾ ഉണ്ട്, അത് ക്ലോസ്ഡ് ആയിരിക്കുമല്ലോ. എ ബി സി ബിലോങ്സ് ടു എച്ച് ആയിരിക്കും, കാരണം രണ്ട് എലമെന്റ് എടുത്താൽ അത് ക്ലോസ്ഡ് ആണെങ്കിൽ മൂന്ന് എലമെന്റ് എടുത്താലും അത് ക്ലോസ്ഡ് ആയിരിക്കും. ഇനി ഇതിൽ നിങ്ങൾക്ക് ബ്രാക്കറ്റ് മാറ്റിയിട്ടിട്ട് എഴുതാലോ. എ ബി സി ബിലോങ്സ് ടു എച്ച് ആണെങ്കിൽ എ ഇൻറ്റു ബി സി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും എന്തായിട്ട്? എ ബി ഇൻറ്റു സി. എ ബി ഇൻറ്റു സി ആയിട്ട് സെയിം ആയിരിക്കും. Therefore, ആ ഓപ്പറേഷൻ എന്താണ് ഇവിടെ? അസോസിയേറ്റീവ് ആയിട്ട് നമുക്ക് പറയാം. ഇൻഡ്യൂസ്ഡ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ആണ്. ജി ഗ്രൂപ്പ് ആയതുകൊണ്ട് ജിയിലുള്ള എലമെന്റുകൾ ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും, ശരിയല്ലേ? ആ ജിയിലുള്ള എലമെന്റുകളാണ് നമ്മൾ എവിടുത്തെ എലമെന്റ് ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ എച്ചിലെ എലമെന്റ് ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. ബിക്കോസ് എച്ചിലെ എലമെന്റുകൾ ഏതിന്റെ സബ്സെറ്റ്? എച്ച് എന്ന് പറഞ്ഞാൽ ജിയുടെ സബ്സെറ്റ് ആണ്, അല്ലെ? അപ്പൊ ജി ഗ്രൂപ്പ് ആണെങ്കിൽ അതിൽ എല്ലാ എലമെന്റുകളും അസോസിയേറ്റീവ് ആയിരിക്കും. Therefore, ഈ എലമെന്റുകളും ഇവിടെ അസോസിയേറ്റീവ് ആയിരിക്കും. ഇനി നമുക്ക് എന്തും കൂടെ പ്രൂവ് ചെയ്യണം? ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടോ എന്നും കൂടെ പ്രൂവ് ചെയ്യണം, അല്ലെ? എ ബിലോങ്സ് ടു എച്ച് ആണെന്ന് നമുക്ക് ഓൾറെഡി പറയാം, അല്ലെങ്കിൽ എ ബിലോങ്സ് ടു എച്ച് നമുക്ക് ചൂസ് ചെയ്യാം. ആൻഡ് എ ബിലോങ്സ് ടു എച്ച് ആണെങ്കിൽ എ ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച് ആണെന്നുള്ള നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് എഴുതാലോ. ദാറ്റ് ഇംപ്ലൈസ് ഈ ഓപ്പറേഷൻ ക്ലോസ്ഡ് ആയതുകൊണ്ട്, ഈ എച്ച് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് എ ഇൻറ്റു എ ഇൻവേഴ്സ് എവിടെ ഉണ്ടാവും? എച്ചിൽ ഉണ്ടാവും. എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്താ? എ ഇൻറ്റു എ ഇൻവേഴ്സ് ആണ് ഐഡന്റിറ്റി എലമെന്റ്. കാരണം എ ഇൻവേഴ്സ് ഒക്കെ ജിയിലെ എലമെന്റ് ആണ്. അപ്പൊ എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി എലമെന്റ് ആയിരിക്കണം, ബിക്കോസ് ജി ഇസ് എ ഗ്രൂപ്പ്, അല്ലെ? അതുകൊണ്ട് ഐഡന്റിറ്റി എലമെന്റ് ബിലോങ്സ് ടു എച്ച്. ദാറ്റ് ഇംപ്ലൈസ് എച്ച് ഇസ് എ സബ് ഗ്രൂപ്പ് എന്ന് നമുക്ക് പറയാം. ഇത് ശരിക്കും സബ് ഗ്രൂപ്പ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള രണ്ട് കണ്ടീഷൻസ് ആണ് കേട്ടോ. അത് പ്രൂഫായിട്ട് എഴുതുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം നമുക്ക്. അഞ്ചാമത്തെ ചോദ്യം നോക്കൂ. ഡിഫൈൻ സെമി ഗ്രൂപ്പ്, മോണോയിഡ് ആൻഡ് ഗ്രൂപ്പ്. Give one example to each different from one another. And is R the set of real numbers, a group under multiplication? Justify. അപ്പോൾ ഒന്നാമത്തത് സെമി ഗ്രൂപ്പ് എന്താണ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. സെമി ഗ്രൂപ്പ് എന്താണ്? സെമി ഗ്രൂപ്പ് an algebraic structure. algebraic structure എന്ന് പറഞ്ഞാൽ അറിയാലോ, ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കണം, അല്ലെ? algebraic structure G star is a semi-group if for all AB belongs to G. algebraic structure ആയതുകൊണ്ട് ഇത് എഴുതേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ എഴുതാണ്. AB belongs to G ആയിരിക്കണം, അല്ലെ? അതുപോലെ തന്നെ for all A, B, C belongs to G, A into A star B star C is equal to A star B star C, അല്ലെ? അസോസിയേറ്റീവും ആയിരിക്കണം. Therefore, ഇതാണ് സെമി ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയാം. ഇതിനൊരു എക്സാമ്പിൾ പറയൂ. അസോസിയേറ്റീവ് മാത്രമാവുന്ന ഒരു ഗ്രൂപ്പ് ആൾജിബ്രൈക് സ്ട്രക്ചർ n പ്ലസ് പറയാം. നാച്ചുറൽ നമ്പേഴ്സ് പ്ലസ്, അല്ലെ? നാച്ചുറൽ നമ്പേഴ്സ് പ്ലസ് എന്ത് മാത്രമേ ആവുള്ളൂ? അസോസിയേറ്റീവ് മാത്രമേ ആവുള്ളൂ. ഇവിടെ എന്ത് എക്സിസ്റ്റ് ഇല്ല? ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ഇല്ല, ഇൻവേഴ്സ് എക്സിസ്റ്റ് ഇല്ല, അല്ലെ? അപ്പൊ അതുകൊണ്ട് ഇത് ഒരു സെമി ഗ്രൂപ്പ് ആണ്. ഈസ് എ സെമി ഗ്രൂപ്പ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഡെഫിനിഷനിൽ പറയുന്നത് മോണോയിഡ് ആണ്. മോണോയിഡ് എന്തായിട്ട് പറയാം നമുക്ക്? എ സെമി ഗ്രൂപ്പ് വിത്ത് ഐഡന്റിറ്റി എലമെന്റ്, അല്ലെ? അങ്ങനെ നമുക്ക് പറയാം. അല്ലെങ്കിൽ
G star is a monoid if for every A comma B belongs to G, A star B, closure property, A star B belongs to G. പിന്നെ രണ്ടാമത്തെ കേസ് for every A, B, C belongs to G, A star B, associative case ആണ് A star B star C is equal to A star B star C. അത് നമുക്ക് പറയാം. Then അടുത്തത് ഐഡന്റിറ്റി എലമെന്റ് ആണ് for every A belongs to G, there exists E belongs to G such that A star E is equal to A. That is equal to E star A. Therefore, identity element ഉണ്ട്. Therefore, G star എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിട്ട് പറയും? ഒരു മോണോയിഡ് ആയിട്ട് പറയും. മോണോയിഡ്. ഓക്കെ, എന്ത് പറയാം നമുക്ക് ഇവിടെ? Z plus under addition ഒരു മോണോയിഡ് ആണെന്ന് പറയാം. ഈസ് എ മോണോയിഡ്. ഇവിടെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ഐഡന്റിറ്റി എലമെന്റ് ആയിട്ടുള്ള 0 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി Z plus എന്ന് പറയുമ്പോൾ നിങ്ങൾ Z plus പോസിറ്റീവ് ഇൻഡിജേഴ്സ് മാത്രം എന്നുള്ള എടുക്കരുത്, നോൺ നെഗറ്റീവ് ഇൻഡിജേഴ്സ് എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എന്ത് പറയാം? നമുക്ക് ഹോൾ നമ്പേഴ്സ് പറയാം. സെറ്റ് വേണമെങ്കിൽ Z plus വേണമെങ്കിൽ നിങ്ങൾ ഡിഫൈൻ ചെയ്തോളൂ. ഈ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും. 1, 2, 3 എക്സെട്ര അങ്ങനെ എടുത്താലും മതി കേട്ടോ. ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. Z plus 0, 1, 2, 3 എക്സെട്ര അങ്ങനെ ഡിഫൈൻ ചെയ്തോ, അല്ലെങ്കിൽ ഹോൾ നമ്പേഴ്സ് പറഞ്ഞാലും മതി. ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് വേണമെന്നുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് പറഞ്ഞിട്ട് അതെല്ലാതാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഇതാണ് മോണോയിഡ്. ഇനി ഗ്രൂപ്പ് എന്താണ്? ഗ്രൂപ്പിന്റെ ഡെഫിനിഷനും നിങ്ങൾ ഇതുപോലെ എഴുതണം. ഗ്രൂപ്പ് G സ്റ്റാർ ഒരു ഗ്രൂപ്പ് ആവണം എന്നുണ്ടെങ്കിൽ അതെന്തൊക്കെ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം? ഫോർ എവറി എ ബി ബിലോങ്സ് ടു ജി, എ സ്റ്റാർ ബി ബിലോങ്സ് ടു ജി ആയിരിക്കണം. ഫോർ എവറി എ ബി സി ബിലോങ്സ് ടു ജി, അസോസിയേറ്റീവ് ആയിരിക്കണം. എ സ്റ്റാർ ബി സ്റ്റാർ സി ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി ആയിരിക്കണം. ഓക്കെ, and for every A comma A belongs to G, there exists E belongs to identity element such that A star E is equal to E star A ആയിരിക്കണം. Then for every A belongs to G, there exists A inverse belongs to G such that A star A inverse equal to identity which is equal to A inverse star A. Then that implies G star is a group. G star is a ഗ്രൂപ്പ്. അതായാൽ G സ്റ്റാർ എന്തായി? ഗ്രൂപ്പായി. ഓക്കെ, ഡെഫിനിഷൻ ആണ്. അപ്പോൾ ഇംപ്ലൈസ് ഒന്നും എഴുതണ്ട കേട്ടോ. ഇങ്ങനെ എഴുതിയാൽ ഇതൊരു ഗ്രൂപ്പാണ്. നമുക്കിവിടെ എക്സാമ്പിൾ ആയിട്ട് എന്ത് പറയാം? Z plus is a ഗ്രൂപ്പ്. Z plus ഒരു ഗ്രൂപ്പാണെന്ന് പറയാം. ഇനി നമ്മൾ ഇതിന്റെ കൂടെ ഒരു സബ് ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ക്വസ്റ്റ്യൻ? ആർ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഗ്രൂപ്പ് ആണോ എന്നുള്ളത്. ആർ അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഗ്രൂപ്പ് ആണോ എന്നുള്ളതാണ്. ഈസ് നോട്ട് എ ഗ്രൂപ്പ്. ഇത് ഗ്രൂപ്പ് അല്ല എന്ന് എഴുതാം. എന്തുകൊണ്ടാ? 0 belongs to R, then 0 inverse is equal to 1 by 0 does not belongs to R. 1 by 0 എന്ന് പറഞ്ഞ നമ്പർ എക്സിസ്റ്റ് ചെയ്യില്ല. 0 അവിടെ ഇൻവേഴ്സ് ഉണ്ടാവില്ല. സിൻസ് അല്ലെങ്കിൽ therefore 0 does not have multiplicative inverse. 0 എന്തില്ല? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് എ ഗ്രൂപ്പ് എന്ന് നമുക്ക് എഴുതി വെക്കാം. എളുപ്പമല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കുക. വീണ്ടും ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ ഓൾറെഡി നമ്മൾ ചെയ്തതും അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് ചെയ്ത് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.